വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ അറസ്റ്റിൽ. ബീഹാർ ഭൈരവ മധുബാണി ജില്ലയിൽ മധുവപ്പൂർ സ്വദേശി 31 വയസ്സുള്ള സദാം നദാഫി, ബീഹാർ മധുബാനി ജില്ലയിൽ ഷെഹർഹട്ട് ഭൈരവ വാർഡിൽ താമസക്കാരൻ 32 വയസ്സുള്ള മുസ്തഫ നദാഫി എന്നിവരാണ് കൊട്ടിയം പോലീസിന്റെ പിടിയിലായത്. കേസിനാസ്പദമായ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്, അന്യസംസ്ഥാനക്കാരായ പ്രതികൾ ചാത്തന്നൂർ, കൊട്ടിയം, ഉമയനല്ലൂർ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് വർഷങ്ങളായി മിഠാ പാൻ സ്റ്റാളുകളായി നടത്തിവരികയാണ്. ഇതിന്റെ മറവിലായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന തകൃതിയായി നടത്തിവന്നത്. പ്രതികൾ വാടകയ്ക്ക് താമസിച്ചു വന്ന കൊട്ടിയം പട്ടരമുക്ക് കണ്ടംകുളത്തുള്ള വീട്ടിൽ നിന്നാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പോലീസ് കണ്ടെടുത്തത്. കൊട്ടിയം പോലീസ് സ്റ്റേഷൻ SHO സുനിൽകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ നടത്തിയ റെയ്ഡിലാണ് കണ്ടെടുത്തത്. ബീഹാർ, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം തിരുവനന്തപുരത്ത് എത്തിച്ച് ചരക്ക് വാഹനങ്ങളിലാണ് കൊട്ടിയം, ചാത്തന്നൂർ പ്രദേശങ്ങളിൽ രാത്രിയിൽ എത്തിക്കുന്നത്. സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ചും ജില്ലയിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന സ്ഥലമായ ഉമയനല്ലൂർ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് വിൽപ്പന നടത്തിവന്നത്. SI-മാരായ നിതിൻ നളൻ, സബിത, പ്രമോദ്, CPO-മാരായ ചന്തു, ശംഭു, അരുൺ എന്നിവരുടെ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.